നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ അതിഥിയായെത്തിയിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്നും സൗദി അറേബ്യയിൽ കോബാറിലെത്തി പെട്രോ ബ്ലാങ്ക് ട്രേഡിംഗ് നടത്തുന്ന ഷുറൈൽ റഹ്മാൻ സാറാണ്. ഷുറൈൽ റഹ്മാൻ സാർ, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. താങ്ക് യു. സാറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഐക്കൺസ് ഓഫ് ഇന്ത്യയിലെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പൊ സാർ ആദ്യം തന്നെ സാറിന്റെ പെട്രോ പ്ലാന്റ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞോളൂ. പെട്രോ പ്ലാന്റ് ആക്ച്വലി 2014 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. പ്യൂർലി ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡ് സപ്ലൈ, മെറ്റീരിയൽ, എക്യുപ്മെന്റ്സ്, സ്പെയർസ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഈ വർഷത്തേക്ക് 10 വർഷമായി കമ്പനി. 10 വർഷം കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വാപ്പ വഴിയാണ് ഇത് വന്നത് അല്ലേ? ഇത് ആക്ച്വലി ഞാനായിട്ട് തുടങ്ങിയ കമ്പനിയാണ്. പക്ഷെ ഉപ്പാന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുണ്ടായി. അപ്പൊ ഉപ്പ ഇവിടെ 10-35 വർഷമായി സൗദിയിൽ. 35 വർഷമായിട്ട് സാറിന്റെ ഉപ്പ ഇവിടെയാണ്. ഉപ്പയുടെ പേരെന്താണ്? അബ്ദുൾ റഹ്മാൻ. ഉമ്മയുടെ പേരോ? ഉമ്മാന്റെ പേര് ഷാഹിദ. തലശ്ശേരിയിൽ എവിടെയാണ് പ്രോപ്പറായിട്ട്? നമ്മൾ പ്രോപ്പർ ടൗണിൽ തന്നെയാണ്. ചെരക്കര SS റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തറവാടിന്റെ പേരെന്താണ്? മുരിക്കോളി വണ്ടാങ്കണ്ടി. ഓക്കെ. സഹോദരങ്ങളെല്ലാം ഇവിടെ? എല്ലാവരും ഇവിടെ ഉണ്ട്. എത്ര അടുത്ത മകനായിട്ടാണ് ജനിച്ചത്? മൂത്ത മകനാണ്. മൂത്താളാണ്. അപ്പോ അതിന് താഴെയുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? 3 അനിയന്മാരാണ്. 3 അനിയന്മാരാണ്. അവരുടെ പേരൊക്കെ എന്താണ്? ഫസ്റ്റത്തെ ആള് നിഹാൽ, രണ്ടാമത്തത് മിഷാൽ, പിന്നെ നിദാൽ. രണ്ടുപേര് എന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. സെയിം കമ്പനിയിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്നു. 4ാമത്തെ ആള് ആക്ച്വലി നാട്ടിലാണ്, ബാംഗ്ലൂരാണ്. 4 ബ്രദേഴ്സാണ്? 4 ബ്രദേഴ്സ്. സിസ്റ്റേഴ്സ് ഇല്ല. ഓക്കെ. വിദ്യാഭ്യാസം? UKG-യും LKG-യും നാട്ടിൽ പഠിച്ചു. പിന്നെ അതിനുശേഷം സൗദിയിൽ വന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 8th വരെ സൗദിയിൽ പഠിച്ചു. ഇവിടെ റിയാദിലായിരുന്നു പഠിച്ചത്. ഇവിടെ വന്നിട്ട് ഏത് സ്കൂളിലാണ് ചേർത്തത്? ഇന്ത്യൻ സ്കൂൾ, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ, റിയാദ്. അവിടെയൊക്കെ സ്കൂളിലെ നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ? ഒരുപാട് പേരുണ്ടായിരുന്നു. 1-2 പേരുടെയൊക്കെ പേരെന്ന് പറഞ്ഞേ. എനിക്ക് ഓർമ്മയുള്ള ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള. ജസ്റ്റിൻ എവിടുത്തെ? നമ്മുടെ നാട്ടിലെവിടെ? നാട്ടിൽ എനിക്ക് ഒരു ഓർമ്മയും ഇല്ല. പേര് മാത്രം നല്ലോണം അറിയാം. വിളിക്കാറില്ല? കോണ്ടാക്ട് ഇല്ല? ഒരു കോണ്ടാക്റ്റും ഇല്ല. എവിടം വരെ പഠിച്ചു? ഇവിടുത്തെ 8th വരെ പഠിച്ചു അല്ലേ? അതിനുശേഷം കേരളത്തിൽ പോയി വീണ്ടും ആ പഴയ സ്കൂളിൽ അവിടെ തന്നെ ചേർന്നു. അവിടെ തന്നെ തിരിച്ചു പോയതിനു ശേഷം പുതിയ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വന്നു. അപ്പൊ ഏകദേശം ഒരു 9th മുതൽ ഏതാ സ്കൂളിലാണ് പഠിച്ചത്? സെയിം MES അവിടെ തന്നെ പഠിച്ചു. പിന്നെ ഫ്രണ്ട്സ്. അപ്പൊ എന്തായാലും അവിടെയുള്ള ഏതെങ്കിലും സാറോ ടീച്ചർമാരെയൊക്കെ ഓർമ്മയുണ്ടാവും? ഇപ്പം തീർച്ചയായിട്ടും ഓർമ്മ. ഒരു ടീച്ചറിന്റെ ഒരു പേര്? അനിത മിസ്. അനിത മിസ് എന്ത് സബ്ജക്റ്റ് ആയിരുന്നു പഠിപ്പിച്ചത്? മലയാളം പഠിച്ചും എഴുതും തുടങ്ങുന്ന സമയത്തല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ നമുക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് മലയാളം പഠിപ്പിച്ചു. അപ്പം ഫേവറേറ്റ് ടീച്ചറാണ്. പിന്നെ സ്കൂളിലൊക്കെ പറഞ്ഞാൽ താരങ്ങളായ കുട്ടികളൊക്കെ അന്നൊക്കെയുള്ള ഈ സ്നേഹങ്ങൾ മനസ്സിലൊക്കെ പൊട്ടിവിടരുന്നത് ആ പ്രായത്തിലൊക്കെയാണല്ലോ. അങ്ങനെ വല്ലതും പൊട്ടിവിടർന്നായിരുന്നു? ഞാൻ ആക്ച്വലി എന്റെ വൈഫിനെ ഫസ്റ്റ് കാണുന്നതും പരിചയപ്പെടുന്നതും സ്കൂളിൽ നിന്നാണ്. അതും 9th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ ഒരുമിച്ചാണ് പഠിച്ചത്? ഒരുമിച്ചല്ല, എന്റെ ജൂനിയർ ആയിരുന്നു. അതൊരു ഫസ്റ്റ് സൈറ്റ് അട്രാക്ഷൻ എന്തോ തോന്നി. ശരിക്കും ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം സ്നേഹിച്ചു. അതിനുശേഷം 10 വർഷത്തിന് ശേഷം കല്യാണം കഴിച്ചു. അപ്പൊ സക്സസ് ലൈഫിൽ നമ്മൾ സ്നേഹിച്ച കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. ഇവിടുന്ന് 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10th 11th 12th ഒക്കെ ആ സ്കൂളിൽ പഠിച്ചു. പിന്നെ അതിനുശേഷം കോളേജ് ചെന്നൈയിൽ പോയി. നമ്മുടെ ഭാര്യയുടെ കാര്യം? പുള്ളി ആക്ച്വലി 12th കഴിഞ്ഞിട്ട് കോഴിക്കോട് പഠിക്കാൻ പോയി. കോഴിക്കോടേക്ക് പോയി. അപ്പം ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ നേരെ ചെന്നൈക്കും പോയി? ഞാൻ ചെന്നൈയിലേക്കും. അങ്ങനെ ചെന്നൈയിൽ പോയി പഠിച്ചതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. ചെന്നൈ ലൈഫ് എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു ലൈഫ്. 9th ഓൺവേർഡ്സ് പരിചയപ്പെട്ട ഫ്രണ്ട്സും എന്റെ നെയ്ബർ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് നമ്മൾ സെയിം ടീം +2 കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ടീം മൊത്തമാണ് ചെന്നൈയിലേക്ക് പോയത്. അപ്പൊ ആ കല്യാണം ഫിക്സ് ചെയ്ത് ഉപ്പയുടെ കൂടെ കൂടിയായിരുന്നു? അതെ. ഉപ്പയുടെ ആക്ച്വലി ഉപ്പ എനിക്ക് ഇവിടെ ഒരു വന്നപാടന്നെ ഒരു ബിസിനസ് കോൺട്രാക്ടിങ് കമ്പനി, കുറച്ച് ആൾക്കാരും കുറച്ച് ജോബും ഇതൊക്കെ ആയിട്ട് എന്നെ ഫുള്ളൊക്കെ ഏൽപ്പിച്ചു. ഉത്തരവാദിത്തം അങ്ങോട്ട് ഏൽപ്പിച്ചു. സോ അതൊരു വലിയൊരു ചാലഞ്ച് ആയിരുന്നു.
കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റിയത്. പഠിച്ചു കഴിഞ്ഞാലാണ് നാളെ നമ്മളെ അടിയിൽ ഒരാൾ വന്നതിന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ഫ്രോം ദ ഗ്രൗണ്ട് ടു ടോപ്പ്. ഓക്കെ ഓക്കെ. അന്ന് 2007 വന്ന സമയത്ത് കോൺട്രാക്ടിങ് ആയിരുന്നു. 2008 കല്യാണമായിരുന്നു. അതായത് നമ്മളെ ഫുൾ കൂട്ടുകുടുംബം, അത് നമ്മളെ ഫാമിലിയിലെ ഫസ്റ്റ് അത് കല്യാണമായിരുന്നു. ഓക്കെ. അതിനുശേഷം അതിൽ വിരിഞ്ഞ വസന്തങ്ങൾ, പൂക്കൾ. ഇപ്പം 3 പേരുണ്ട്. 3 പേര്. മൂത്തത്തെ മകനാണ്. മൂത്ത മകൻ. എന്താ മോന്റെ പേര്? മോന്റെ പേര് മുഹമ്മദ് സാൻ. വെറൈറ്റി പേരുകളാട്ടാ. മുഹമ്മദ് സാൻ. രണ്ടാമത്തെ മോളാണ് യാറ. മൂന്നാമത്തേത് മോളാണ് സെറ. ഒരേ മക്കൾക്ക് ഒരേ ഉത്തരവാദിത്തം കൊണ്ട് ഇപ്പോൾ ഏൽപ്പിക്കാനുള്ള വല്ല ആഗ്രഹമുണ്ടോ പഠിച്ചതിന് ശേഷം? അല്ലേ, പഠിച്ചതിന് ശേഷം. കാരണം എല്ലാവരും കൂടുതലും സെൽഫ് ബിൽഡ് ആക്കുക, അതാണ് മെയിൻ ഇന്റൻഷൻ അല്ല ഒബ്ജക്റ്റീവ്. കുട്ടികളുടെ കാര്യത്തിൽ നോക്കണം, സെൽഫ് കേപ്പബിൾ ആയിരിക്കണം. ഡിപ്പെൻഡൻസ് ചെയ്യുന്നത് അത്ര നല്ല അതല്ല. സോ സെൽഫ് കേപ്പബിൾ ആക്കണം. എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ബാഡ് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരു തകർച്ചയോ നമുക്കിവിടെ ഈ ബിസിനസ്സിലോ അല്ലെങ്കിൽ സാറിൻ്റെ ലൈഫിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സക്സസ്ഫുൾ ബിസിനസ്സുകാരന് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ബിഗ് ഫോൾ. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ 2007 കോൺട്രാക്ടിങ് കമ്പനി, അതിനുശേഷം ആക്ച്വലി ഞാൻ കോൺട്രാക്ടിങ് എന്ന് മാറി ഓയിൽ ഫീൽഡ് സപ്ലൈസ് ട്രേഡിംഗ്, ഈ കമ്പനി 2014 ഫോം ചെയ്തതാണ്. അപ്പം ഞാൻ ഗ്രാജുവലി ആ കോൺട്രാക്ടിങ് പരിപാടികൾ കംപ്ലീറ്റ്ലി ഇതിൽ ആയി. അപ്പം ഇത് 2014 തുടങ്ങി. 2014 വാസ് ഗുഡ്, കാരണം കുറേ സാക്രിഫൈസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അസിസ്റ്റ് ചെയ്യാൻ ബ്രദർ ഉണ്ടായിരുന്നു, പിന്നെ 2 സ്റ്റാഫും. അത് ഫസ്റ്റ് ഇയർ വാസ് ഗുഡ്, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. 2015, 16, 17 ഒക്കെ ഒരു ശരിയായ ലൈഫിലെ ക്രൈസിസ് ശരിക്കും കടന്നുപോയി. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ വാസ് ആക്ച്വലി സ്വിച്ചിങ് ഫ്രം എ കോൺട്രാക്ടിങ് ഇൻഡസ്ട്രി ടു എ ട്രേഡിംഗ് ഇൻഡസ്ട്രി. സോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സോ അതിൽ പറ്റിയ വീഴ്ചകളായിരുന്നു, എൻ്റെ ഫോൾട്ടുകളാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് അതിലുള്ള ഫോൾട്ടുകൾ തിരുത്തി മുന്നോട്ട് 2018 ഓൺവേർഡ്സ് വരാൻ പറ്റും. നമ്മൾ മുന്നോട്ട് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു തകർച്ച വന്നപ്പോൾ ഉപ്പ എന്ത് പറഞ്ഞു? ഇപ്പോൾ ആക്ച്വലി എല്ലാവരും കുറച്ചൊരു പാനിക് സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുള്ള ഈവൻ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ഐ ഷുഡ് ഓൺലി കറക്റ്റ് ഇറ്റ് അപ്പ്. ഓക്കെ. സോ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, ലൈക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ആരും വേണ്ട. ഇഫ് ഐ മേഡ് സം ലയബിലിറ്റീസ് ഓൺ ദിസ് ലോസ്, അത് ഞാൻ തന്നെ ഓവർകം ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു 2-3 വർഷം എടുത്തു. അത് നമ്മളെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ അതാണ്. ഇപ്പോൾ സ്പോർട്സ് കളിക്കുമെന്ന് പറഞ്ഞല്ലേ? ഫുട്ബോൾ നാട്ടിലൊക്കെ കളിക്കുമായിരുന്നു. നാട്ടിൽ കളിക്കും. എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയോ? ഞാൻ ആക്ച്വലി സ്കൂൾ ടീമിൽ കളിച്ചിട്ടുണ്ട്. സ്കൂൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ CBSE ലെവൽ കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് മകൻ ഏറ്റെടുത്ത് ഇവിടെ പിന്നെ സ്ഥലങ്ങൾ കുറെ ഉള്ളതാണ്, പന്തുരുട്ടി കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ, കുറെ സ്ഥലത്തോട് നടക്കാം. അവന് ഒരുപാട് ക്ലബിന് വേണ്ടിയിട്ട് അവൻ കളിക്കുന്നുണ്ട്. മകൻ കളിക്കുന്നുണ്ട്. ഓക്കെ. സാറിന് ഈ ബിസിനസ്സിൽ കിട്ടിയ ബഹുമതികൾ, അംഗീകാരങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്ന് നമ്മളിപ്പം തിരിച്ചു വന്ന് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് പോകുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു അംഗീകാരം. യെസ്, അത് തന്നെ ഏറ്റവും വലിയ അംഗീകാരം. പിന്നെ അല്ലാതെ ഇപ്പം ഇവിടെയുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. യൂത്ത് ഇന്ത്യ എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവാർഡ് കിട്ടി, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളെ കുറിച്ചാണ്. ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു അടുക്കും ചിട്ടയുള്ള നല്ലൊരു ഓഫീസ് കണ്ട ഒരു പ്രതീതിയാണ്. ഞാൻ പല ഓഫീസും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വൃത്തിയും നല്ല എടുപ്പുള്ള നല്ലൊരു ഓഫീസാണ്. അപ്പൊ എങ്ങനെയൊക്കെ, അപ്പൊ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ സ്റ്റാഫുകളും. സ്റ്റാഫുകളുമായിട്ടുള്ള എങ്ങനെയാണ് സാറിന്റെ സാറിനോടുള്ള പെരുമാറ്റവും സാറ് അവരോട് പെരുമാറ്റം എങ്ങനെയാണ്? സ്റ്റാഫുകൾ എല്ലാവരും ദേ ആർ വെരി യങ്. എല്ലാവരും ഒരു 28, 25, 26, 30 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരാണ്. യൂത്താണ് ഇത് ഈ ബിസിനസ് റൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു. എല്ലാവരും എന്താ പറയുക, ഞാൻ ഇല്ലെങ്കിൽ പോലും അത്രയും എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നു. സോ ഞാൻ മിക്കവാറും ട്രാവലിംഗ് ആയിരിക്കും. സോ ഞാനില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകും. സാറിന്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ്? ഫ്യൂച്ചർ ആക്ച്വലി നമുക്ക് ഈ ബിസിനസ് തന്നെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. പല വേറെ കൺട്രീസിലും കൂടി നമ്മളെ ബിസിനസ് ഇൻവോൾവ്മെന്റ്സ് വേണം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഖത്തറിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് US ഓഫീസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം. സോ അല്ലാതെ നമ്മളെ ഇൻഡസ്ട്രിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പല സർവീസ് മേഖലകളുണ്ട്, അതിലേക്ക് പോകണം. സോ ഇതൊക്കെയാണ് പുതിയ പ്ലാൻസ്. ഓക്കെ.
നമ്മുടെ പുത്തൻ തലമുറക്ക് വേണ്ടി സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള ഒരു ചെറിയൊരു അഡ്വൈസ് കൊടുക്കും. സൗദിയിൽ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും സൗദി ഈസ് എ ഫ്യൂച്ചർ. സോ ഒരു മടിയും കാണിക്കണ്ട, തീർച്ചയായിട്ടും വരിക അത്രേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും സാറിൻ്റെ ഈ ട്രേഡിംഗ് കമ്പനിക്ക് നൽകുകയാണ്. ഇനി ഉയരങ്ങളിലേക്ക് പോട്ടെ. ഇത്രയും നേരം സാറിൻ്റെ നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.